ഏവർക്കും നമസ്കാരം, വന്ദനം, വണക്കം. വളരെ അധികം പ്രാവർത്തികമായ പ്രാധാന്യമുള്ള ഒരു ആശയമാണ് ഈ വീഡിയോയിൽ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആശയത്തിൻ്റെ ഉറവിടം നസ്രയനായ യേശു ആണ് എന്ന് ഞാൻ ആദ്യമേ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. യേശു പറഞ്ഞു, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ യേശുവാണ് ഞാൻ ബദ്ധിതരെ വിടുവിക്കാനായി വന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞ യേശുവാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്നു. ഇത് ആകപ്പാടെ ഒന്ന് പരിഗണിക്കുമ്പോൾ ഇതിലേതോ പ്രത്യേകതയുള്ള ഒരു ആശയം പതിയിരിപ്പുണ്ട് എന്നത് നമുക്ക് കുറഞ്ഞ പക്ഷം അവ്യക്തമായെങ്കിലും ബോധ്യം വരുന്നതാണ്. ആ അവ്യക്തതയുടെ മൂടുപടലമൊന്ന് മാറ്റിയിട്ട് ഈ ആശയം, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല, ആ മനുഷ്യപുത്രനാണ് മനുഷ്യരെ വിടുവിക്കുന്നത് എന്ന നമ്മുടെ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന ഈ ആശയത്തെ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിലും മനുഷ്യരാശിയുടെ ദാർശനികമായ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലും നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുള്ള സാമാന്യ ബുദ്ധിയും അന്വേഷിപ്പാനുള്ള കഴിവും അല്പമൊന്ന് ഉപയോഗിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ക്ഷമയോടെ ഈ അന്വേഷണ പ്രക്രിയയിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ വിനയത്തോടെ ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് തല ചായ്ക്കാൻ ഇടമില്ലാത്തത്? ഒരു വലിയ അഡ്വാൻറ്റേജായി, ഒരു നല്ല അവസ്ഥയായി യേശു ചിത്രീകരിക്കുന്നു. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് തലചായ്ക്കാൻ ഇടമുണ്ടായാൽ അതും പോരാ, സാമാന്യ രീതിയിൽ ജീവിക്കാനുള്ള വകയുണ്ടായാൽ അതും പോരാ, ദൈവത്തിൽ കൂടെ വലിയ വലിയ മോഹങ്ങളും ആഗ്രഹങ്ങളും ഏതാണ്ട് മാന്ത്രികമായ വിധത്തിൽ പെട്ടെന്ന് സാധിച്ചെടുക്കാം, അല്ലെങ്കിൽ സാധിച്ച് കിട്ടണം എന്ന ഒരു താല്പര്യത്തോടുകൂടെ നാം അതേ യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നു. നിങ്ങൾ ഈ വിരോധാഭാസം തിരിച്ചറിയും, പെട്ടെന്ന് തന്നെ വേണ്ടതുപോലെ തന്നെ തിരിച്ചറിയും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇതിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. തലചായ്ക്കാനിടമില്ലാതെ ഈ ലോകത്തിൽ മനുഷ്യരാശിയുടെ വിടുതലിനും നന്മയ്ക്കും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ച, ദൗത്യം നിർവഹിച്ച യേശുവിനോടാണ് ഈ ലോകത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും ലാഭങ്ങളും മുന്നേറ്റങ്ങളും നേട്ടങ്ങളും ഞങ്ങൾക്ക് വേണം, അത് വാങ്ങിച്ച് തായേ, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് തായേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മളിങ്ങനെ അഭ്യർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്നതിൽ ഒരു വിരോധാഭാസമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ അത്ര പ്രയാസമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഈ തരുണത്തിൽ ഞാൻ 2 ദിവസത്തിന് മുൻപ് നിങ്ങളുമായി പങ്കിട്ട ഇത് പ്രാർത്ഥനയല്ല, തനി തെണ്ടലാണ് എന്ന വീഡിയോയുടെ ഉള്ളടക്കം ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യ സംസ്കാരത്തിൽ നാം ഓരോരുത്തരും കാംക്ഷിക്കുന്ന ജീവിത രീതിയിൽ, ലൈഫ് സ്റ്റൈൽ എന്ന് പറയും, അതിൽപ്പെട്ടിരിക്കുന്ന ഒരു അപാകതയുണ്ട്, ഒരു അപകടമുണ്ട്. അത് നാം തിരിച്ചറിയണം എന്ന് യേശു പറയുകയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നാം മോഹിക്കുകയും കൈക്കലാക്കാൻ വേണ്ടി നന്നേ ആഗ്രഹിക്കുകയും അതിൻ്റെ പുറകെ ഓടുകയും ചെയ്യുന്ന
ഈ ഒരു ജീവിത അവസ്ഥ അടിമത്വത്തിലേക്കുള്ള വിശാലമായ വഴിയാണ് എന്ന ഒരു വെളിപ്പെടുത്തൽ തനതായ രീതിയിൽ തന്മയത്വത്തോടെ യേശു നടത്തുകയാണ് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. പാശ്ചാത്യ സംസ്കാരം നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ടെക്നോളജിയുടെ സംസ്കാരമാണ്. വാസ്തവത്തിൽ പാശ്ചാത്യ സംസ്കാരത്തെപ്പറ്റി വിമർശനാത്മകമായി ചിന്തിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഫ്രഞ്ച് ഫിലോസഫറായിരുന്ന ഷാക്സ് എലൂൾ പോലെയുള്ള ചിന്തകർ. ഈ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയായി എപ്പോഴും എടുത്തു പറയുന്നത് ഇത് ടെക്നോളജിയുടെ സംസ്കാരമാണ്, സാങ്കേതികതയുടെ സംസ്കാരമാണ്. The Western culture is fundamentally a technology-oriented, technology-generating and technology-dependent culture. ഇത് അനിവാര്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ കൾച്ചറിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ടെക്നോളജിയെ വിമർശിച്ചാൽ അതാർക്കും രസിക്കുകയില്ല. ഞാനൊരിക്കൽ ഒരു വളരെ സമർത്ഥരായ ഡോക്ടേഴ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ടെക്നോളജി ആൻഡ് ദി ഇൻവേഷൻ ഓഫ് ദ സീക്രട്ട് സ്പേസ് ഓഫ് ഹീലിംഗ് എന്ന ശീർഷകത്തിൽ 2 പ്രസംഗങ്ങൾ നടത്തി. അത് ടെക്നോളജി ആൻഡ് ദി ഇൻവേഷൻ ഓഫ് ദ സീക്രട്ട് സ്പേസ് ഓഫ് ഹീലിംഗ്. എൻ്റെ ആശയം, ഇപ്പോൾ നമ്മൾ സുവിശേഷത്തിൽ നോക്കുമ്പോൾ രോഗമുള്ളൊരു വ്യക്തി വരുന്നു, യേശുവിൻ്റെ സമീപത്ത് വരുന്നു. യേശുവും ആ വ്യക്തിയുമായുള്ള ആ സംവാദത്തിൽ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ആ വ്യക്തി സുഖം പ്രാപിക്കുന്നു. അതിനെയാണ് ഞാൻ സീക്രട്ട് സ്പേസ് എന്ന് പറയുന്നത്. ദ സ്പേസ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് ദ പേഴ്സൺ ടു ബി ഹീൽഡ്, ദ സ്പേസ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് യു, ദ സ്പേസ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് മീ. അതിനെയാണ് സീക്രട്ട് സ്പേസ്, അതിവിശുദ്ധ സ്ഥലമെന്ന് ഞാൻ പറയാം. അവിടെ ഇത് ടെക്നോളജി കയറി കോളനി സ്ഥാപിച്ചിരിക്കുന്നു എന്നതായിരുന്നു എൻ്റെ ആശയം. അത് കേട്ടിരുന്ന പലർക്കും കാര്യമായ ധർമ്മരോഷം അനുഭവിച്ചു. അതത്ര അവർ പ്രകടമാക്കിയില്ലെങ്കിലും അവരുടെ മുഖത്ത് നോക്കിയാൽ എനിക്കറിയാമായിരുന്നു. എന്നാലും അവർ മര്യാദക്കാരായിരുന്നത് കൊണ്ട് എൻ്റെ 2 പ്രസംഗങ്ങളും അവർ ശ്രദ്ധയോടെ കേട്ടു എന്നതും ഈ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നും അതുപോലെയുള്ള മറ്റനേക അനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായത്, ആധുനിക സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവമില്ല എന്ന് പറഞ്ഞാൽ സാരമില്ല, എന്നാൽ ടെക്നോളജി ഇല്ലാതെ മനുഷ്യനെ ജീവിക്കാം എന്ന് പറഞ്ഞാൽ അതാരും സഹിക്കുകയില്ല. സോ ടെക്നോളജി ഈസ് അവർ ഡി ഫാക്ടോ ഗോഡ്. ഈ വിഷയത്തെ ഇതിൽ അടങ്ങിയിരിക്കുന്ന അപാകതകളെ, അപകടത്തെ പരാമർശിച്ചുകൊണ്ട് ഷാക്സ് എലൂൾ നൽകിയ ഒരു ദീർഘമായ ഇൻ്റർവ്യൂ, അതിപ്പോഴും യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. JACQUES ELUL, എലൂൾ, എലൂൾ. അദ്ദേഹം പറയുന്നത് ദ ഗ്രാൻഡ് ഡിസെപ്ഷൻ എന്ന ആശയമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ദ ഗ്രാൻഡ്, ഏറ്റവും വലിയ വഞ്ചന എന്താണ്? ടെക്നോളജി മനുഷ്യനെ ഇതാ വഞ്ചിച്ചിരിക്കുന്നു. എന്താണ് ഈ വഞ്ചന? മനുഷ്യനെ സ്വതന്ത്രനാക്കാം എന്ന വാഗ്ദത്തം അല്ലെങ്കിൽ പ്രോമിസ് പറഞ്ഞിട്ട് അവനെ ഇതാ അടിമയാക്കിയിരിക്കുന്നു. ടെക്നോളജി ഹാസ് എൻസ്ലേവ്ഡ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഇവിടെയുള്ള ഇതിലടങ്ങിയിരിക്കുന്ന വളരെ വളരെ പ്രാധാന്യമുള്ളതും നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നതുമായൊരു പൊതുവായ മർമ്മം ഞാൻ നിങ്ങളുമായി പങ്കിടാൻ പോവുകയാണ്. അതായത്, ഈ ലോകത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ അപകടം, ശ്രദ്ധിക്കുക, വലിയ അപകടം, അവൻ്റെ തന്നെ സൃഷ്ടിയുടെ അടിമയായിത്തീരുന്നു. മാൻ ബിക്കംസ് എ സ്ലേവ് ടു ഹിസ് ഓൺ ക്രിയേഷൻസ്. ഇത് വളരെ ശ്രദ്ധിക്കണം, വളരെ മനസ്സിലാക്കണം. ദൈവം നമ്മെ സ്വതന്ത്രരാക്കുന്നു. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ ദാനമാണ്.
അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴും ദൈവത്തെ അന്വേഷിക്കുമ്പോഴും അറിയുമ്പോഴും ആരാധിക്കുമ്പോഴും നാം സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്നു. നാം സ്വതന്ത്രരായിത്തീരുന്നു, അല്ലെങ്കിൽ തീരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. എന്നാൽ നാം നമ്മുടെ തന്നെ സൃഷ്ടികളെ, മനുഷ്യ സൃഷ്ടിക്കുന്ന കാര്യങ്ങളെ അവയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും അവയെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വയ്ക്കുകയും ചെയ്താൽ അത് അടിമത്തം മാത്രമാണ് സൃഷ്ടിക്കുന്നത് എന്ന വളരെ വളരെ അടിസ്ഥാനപരവും അർത്ഥപൂർണവും ശ്രദ്ധേയവുമായ ഈ ഒരു ചരിത്ര സത്യം ഏവരും തിരിച്ചറിയണം എന്നത് ഞാൻ വളരെ അടിവരയിട്ട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. മനുഷ്യൻ നിവൃത്തിയുണ്ടെങ്കിൽ ദൈവത്തെ ആശ്രയിക്കുകയില്ല. അവൻ്റെ കൈകൊണ്ട് അവൻ സൃഷ്ടിച്ച കാര്യങ്ങളെ മാത്രമേ അവൻ ആശ്രയിക്കുകയുള്ളൂ. എന്നാൽ അങ്ങനെ മനുഷ്യൻ അവൻ്റെ കരം കൊണ്ട് സൃഷ്ടിച്ച കാര്യങ്ങളെ ആശ്രയിച്ച് അവയ്ക്ക് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുമ്പോൾ അവൻ അടിമത്വത്തിലേക്ക് പ്രവേശിക്കുന്നു. അടിമത്വത്തിൽ മനുഷ്യൻ അരിഷ്ടത അനുഭവിക്കുന്നു. ആ ഒരവസ്ഥയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. അപ്പോൾ ഈ അടിമത്വം എത്ര വലുതാണെന്നും അതിൻ്റെ സ്വഭാവം എന്താണെന്നും ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ഫോൺ കൊണ്ട് യാത്ര ചെയ്തു. പക്ഷേ യാത്രാമധ്യേ ആ ഫോൺ ചാർജ് ചെയ്യാനുള്ള ചാർജർ കളഞ്ഞുപോയി. നിങ്ങളുടെ ഫോൺ ഡിസ്ചാർജായി, നിങ്ങൾക്കത് ഉപയോഗിക്കാൻ വയ്യ. നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത വെപ്രാളമുണ്ടാകും, അങ്കലാപ്പുണ്ടാകും, അസ്വസ്ഥതയുണ്ടാകും. നിങ്ങളുടെ ജീവിതം അപൂർണമാണെന്ന് തോന്നിപ്പോകും. പിന്നെ ആടെ നിന്നെങ്കിലും ഒരു ചാർജർ കടം വാങ്ങിച്ചെങ്കിലും നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്ത് പ്രവർത്തനക്ഷമമാക്കുന്നത് വരെ നിങ്ങൾക്ക് ഏതാണ്ടൊരു കിറുക്ക് പോലെ തോന്നും. ഞാൻ പറഞ്ഞത് ശരിയാണോ? അതുപോലെ തന്നെ കറണ്ട് മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. വേനൽക്കാലമാണല്ലോ ഇപ്പോൾ. പല ആളുകളും AC ഒക്കെ ഉപയോഗിച്ചാണ് കേരളത്തിൽ പോലും താമസിക്കുന്നത്, ദിനങ്ങൾ രാത്രികൾ കഴിച്ചു കൂട്ടുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ AC ഉപയോഗിക്കാറില്ല, അത് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെ AC ഓൺ ചെയ്ത് രാത്രിയിൽ കിടന്നു. ഒരു 12 മണിയായി. രാത്രിയിൽ 12:45 1 മണിയായപ്പോൾ കറണ്ട് പോയി. ടപ്പോ AC നിന്നു, ഫാനും നിന്നു, ലൈറ്റും പോയി, ഒന്നുമില്ല. എന്ത് ചെയ്യും? AC ഉപയോഗിച്ച് പരിശീലിക്കാത്തൊരു വ്യക്തിക്ക് അതൊരു വലിയ പ്രശ്നമല്ല, കറണ്ട് പോകുന്നു. പക്ഷേ AC ഉപയോഗിച്ച് സുഖമായി ജീവിച്ച് മാത്രം പരിചയമുള്ള ആൾക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ ചാർജ് പോയതുപോലെ അവരാകുന്ന സ്മാർട്ട് ഫോണിൻ്റെ ചാർജ് പോകും. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം എടുത്താൽ, ലിഫ്റ്റ്. ഞാൻ ലിഫ്റ്റ് ഉപയോഗിക്കുന്ന ആളല്ല. ഒരു 20 നില വരെയുള്ള കെട്ടിടത്തിൽ ഞാൻ നടന്നേ മേലോട്ട് പോകാറുള്ളൂ. നാളിതുവരെ. അത് കഴിയാൻ വയ്യാന്നൊരു കാലഘട്ടം വരുമ്പോൾ അങ്ങനെ വേറിട്ട് ചിന്തിക്കും. അപ്പോൾ നമ്മൾ സുഖമായിട്ട്, അപ്പോൾ സ്റ്റെപ്സ് ഉണ്ട്, നടന്നു പോകാം. അതിനേക്കാൾ വളരെ എളുപ്പമാണ്. ടെക്നോളജിയുടെ ഔദാര്യമുണ്ടല്ലോ. ലിഫ്റ്റിൽ കയറി അങ്ങോട്ട് പോവുകയാണ്. ലിഫ്റ്റിൽ പോയി പകുതി ചെന്നപ്പോൾ കറണ്ട് പോയി. ആ ഫ്ലോറിലും അല്ല ഈ ഫ്ലോറിലും അല്ല, അത് ഇടയ്ക്ക് ലിഫ്റ്റ് തങ്ങിക്കിടക്കുകയാണ്. നിങ്ങളതിനകത്താണ്. എന്തു പറ്റി? അടിമയായിപ്പോയി. ചലന സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു? ടെക്നോളജി. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇത് വല്ലപ്പോഴുമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണിത്, വലിയ കാര്യമാക്കണം. എന്നാൽ അങ്ങനെയല്ല. ഇതിൻ്റെ ബഹുതല സ്പർശിയായ പ്രശ്നങ്ങൾ അനവധിയാണത്. വേണ്ടതുപോലെ ഓരോ എക്സാമ്പിൾസും എടുത്ത്, ഉദാഹരണങ്ങളും എടുത്ത് ഞാൻ വിശദീകരിക്കാൻ പോയാൽ സമയം പോകുമെന്നതുകൊണ്ട് മാത്രം
ഞാൻ ഈ ടെക്നോളജിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ശാസ്ത്രീയ സാങ്കേതികമായ സംസ്കാരത്തിൽ മനുഷ്യൻ അവൻ്റെ സൃഷ്ടികളായ യന്ത്രങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു, അതിൻ്റെ അടിമകളായി പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം എന്ന് മാത്രമാണിപ്പോൾ പറയുന്നത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. തലചായ്ക്കാൻ ഇടം മനുഷ്യനുണ്ടാക്കുന്നതാണ്. വീടൊക്കെ മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ്, ദൈവമല്ല ഒരു വീടുണ്ടാക്കി തരുന്നത്. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ദൈവം തരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്ന പൈസ കൊണ്ടാണ് നമ്മൾ വീട് ഉണ്ടാക്കുന്നത്. നമ്മളുടെ സൃഷ്ടിയാണ് വീട്. എൻ്റെ വീട് ഞാൻ പണിയിച്ചതാണ്. തല ചായ്ക്കാൻ അങ്ങനെ ഒരു ഇടം എനിക്കില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എവിടെയൊക്കെ മനുഷ്യൻ അവൻ്റെ തന്നെ സൃഷ്ടിയായ കാര്യങ്ങളെ ആശ്രയിക്കുന്നുവോ അവിടെയെല്ലാം അങ്ങനെ ആശ്രയിക്കുന്നവർ അവരുടെ തന്നെ സൃഷ്ടികളുടെ അടിമകളായിത്തീരുന്നു. അവർക്ക് സ്വാതന്ത്ര്യം നന്നേ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മാത്രമല്ല, അതുകൊണ്ട് അവരുടെ സ്വതസിദ്ധമായ കഴിവുകൾ കാലക്രമേണ കുറഞ്ഞ് നമ്പേ നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പോൾ എൻ്റെ തലമുറയിലുള്ള ആളുകൾക്ക് അക്കങ്ങൾ കൂട്ടുവാൻ, മനസ്സിൽ കൂട്ടുവാൻ വലിയ പ്രശ്നമൊന്നുമില്ല. 11 + 14 + 17 + 33 എന്താണ് എന്ന് മനസ്സുകൊണ്ട് കൂട്ടാനുള്ള കഴിവ് നമുക്കുണ്ട്. എന്നാൽ കാൽക്കുലേറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ആ കഴിവ് പോയി. ഇപ്പോൾ 5 + 6 + 7 ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ വേണം. പിന്നെ ഫോണിൽ ഇത് ഉള്ളതുകൊണ്ട് ആർക്കും പ്രശ്നമൊന്നുമില്ല, എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരു കാലത്ത് ആളുകൾക്ക് നല്ല മെമ്മറി പവർ ഉണ്ടായിരുന്നു. പക്ഷേ ആ മെമ്മറി എല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറിനകത്താണ്. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി വികസിക്കുകയും മനുഷ്യൻ്റെ മെമ്മറി ചുരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഓർമ്മിച്ചെടുക്കാൻ, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെയുള്ള പലവിധമായ കാര്യങ്ങൾ വേണ്ട. നമുക്ക് വാഹനമുണ്ട്. നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. എന്നാൽ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൊരു സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മുടെ കാറെടുക്കും. അതേസമയം തന്നെ അങ്ങനെ കാറുമൊക്കെ പോയി ഒഴിച്ച് ഇവിടെ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നടക്കാൻ പോകും, ഇതേ ദൂരം നടക്കാൻ പോകും, അല്ലെ വൈകിട്ട് അതേ ദൂരം നടക്കാൻ പോകും. എന്നാൽ അത്യാവശ്യത്തിന് പോകുമ്പോൾ നടന്നു പോകത്തില്ല. അത് സമയമില്ലാഞ്ഞിട്ടല്ല, അത് കാറിൽ തന്നെ പോകണം എന്ന് നാം നമ്മെ തന്നെ അങ്ങനെ പരുവപ്പെടുത്തി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. വ്യായാമത്തിന് നടന്നു പോകണം, എന്തെങ്കിലും ആവശ്യത്തിന് കാറിൽ പോകണം. ഇപ്പോൾ ഒത്തിരി ഷോപ്പിംഗ് നടത്താനുണ്ട്, അപ്പോൾ കുറച്ച് ഭാരമൊക്കെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ കാറ് കൊണ്ടുപോകുന്നതിനകത്ത് പ്രയോജനമുണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചുമ്മാതെ പോവുകയാണ്. ആ സമയത്ത് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഞാനൊരിക്കൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിൽ നിന്നിലേക്ക് നടന്നു പോവുകയാണ്. 3 കിലോമീറ്റർ 3-3.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ നടന്നു പോവുകയാണ്. അപ്പോൾ നല്ല വെയിലാണ്, സമ്മറാണ്. ഡൽഹിയിലെ സമ്മർ നിങ്ങൾക്കറിയാം. ഞാനങ്ങനെ നടന്നു പോയപ്പോൾ സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിനോട് ഏതാണ്ട് അടുത്തപ്പോൾ ഒരു BMW എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരുന്നു. എൻ്റെ ഡോർ ഇതൊക്കെ തുറന്നു. പറഞ്ഞ് കയറി ഇരുന്നേ, ഞാൻ കൊണ്ടുവിടാം. ആരാണ്? സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ഡോക്ടർ സുധീർ ജോസഫാണ്. അദ്ദേഹം എല്ലാ 2 വർഷത്തിലൊരിക്കൽ കാറ് മാറും. അത് ഒന്നുകിൽ മെഴ്സീഡീസ് ബെൻസ്, അല്ലെങ്കിൽ BMW, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹൈ എൻഡ് മോഡൽസ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നടക്കുവാൻ താല്പര്യമുള്ളതുകൊണ്ടും നടക്കുന്നത് എനിക്ക് ഗുണം ചെയ്യുമെന്നതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം കോളേജിൽ നിന്ന് ഇവിടം വരെ നടന്നു വന്നത്. അതുകൊണ്ട് കാറിൽ കയറുന്നത് എനിക്ക് എന്നെ സഹായിക്കുന്ന, എനിക്ക് ഗുണം ചെയ്യുന്ന കാര്യമേ അല്ല, അതെനിക്ക് നഷ്ടമാണ്.
എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് ചുരുങ്ങിപ്പോയി. അദ്ദേഹം വണ്ടി ഓടിച്ച് പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാറുണ്ടെങ്കിൽ നമുക്ക് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് എത്താനൊക്കത്തുള്ളൂ എന്നൊരവസ്ഥയിൽ നാം ആയിപ്പോയത് എങ്ങനെയാണ്? നല്ല 2 കാലുകൾ നമുക്കില്ല. ഇത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന 2 കാറുകൾ നമുക്കുണ്ട്, കാലുകൾ നമുക്കുണ്ട്. പക്ഷേ കാറ് വന്നപ്പോൾ കാല് പോയി എന്ന അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെയും അടിമത്വത്തിൻ്റെ അവസ്ഥയാണ് എന്നത് നാം തിരിച്ചറിയും. ഇതുപോലെ തന്നെ ഇനി നമുക്ക് വിവാദപരമായ വിഷയത്തിലേക്ക് വരികയാണ്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കും. ഇതുപോലെ തന്നെ മനുഷ്യൻ നിർമ്മിച്ച ഒരു വസ്തുവാണ്, ഒരു ഉപകരണമാണ് മതം. സത്യമായി യേശു ഒരു മതവും സൃഷ്ടിച്ചില്ല. യേശുവിൻ്റെ ദൗത്യം തന്നെ മനുഷ്യനെ മതത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന്, അല്ലെ മതത്തിനോടുള്ള അവൻ്റെ അടിമത്വത്തിൽ നിന്ന് അവനെ വിടുവിച്ച് ദൈവത്തോട് അടുപ്പിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ മനുഷ്യൻ മതത്തിൻ്റെ അടിമയായി കഴിയുന്നിടത്തോളം കാലം അവന് ദൈവത്തോട് അടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും ഉണ്ടാകുകയില്ല. അതിൻ്റെ പരമാർത്ഥമാണ്. പക്ഷേ അത് പറയുമ്പോൾ പലപ്പോഴും ശത്രുതാ മനോഭാവം കാണിക്കാറുണ്ട്. അത് സാരമില്ല, ഞാൻ സഹിച്ചോളാം. യേശു മനുഷ്യനെ, അതായത് ബെത്സിദയെ വിടുവിക്കാൻ വന്നു എന്ന് പറഞ്ഞ അതേ യേശു, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സംഘടിതമായ മതത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചില്ല. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ കാലത്തൊക്കെ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി ഉപദേശിക്കുമായിരുന്നുവെങ്കിലും അധികം താമസിയാതെ യേശുവിന് മനസ്സിലായി ഈ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവിക വെളിച്ചമുള്ള ഒരു കാര്യവും ചെയ്യാൻ സാധ്യമല്ല. അതിൻ്റെ മറ്റൊരു വശം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. യേശു എന്തുകൊണ്ടാണ് യെരുശലേമിൽ പോകാതിരുന്നത്? യേശു എന്തുകൊണ്ടാണ് ഗലീല പ്രദേശങ്ങളിൽ ഉള്ള പള്ളികളിൽ മാത്രം പോയത്? അല്ലെങ്കിൽ തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ആഹ്വാനമായ ആ ഭാഗത്ത് പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ച്? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദന്മാരുടെ മതം യെരുശലേമിനെ കേന്ദ്രീകരിച്ചായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ യഹൂദ പുരോഹിത വർഗത്തിൻ്റെ മേൽക്കോയ്മ ഉണ്ടായിരുന്നത് യെരുശലേമിലാണ്. യെരുശലേം ദേവാലയത്തെ ചുറ്റിപ്പറ്റിയാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ യഹൂദന്മാരുടെ പള്ളികളുണ്ടായിരുന്നു, സിനഗോഗ്സ് ഉണ്ടായിരുന്നുവെങ്കിലും ആ പള്ളികളിൽ ഒന്നും തന്നെ പുരോഹിതന്മാർ ഉണ്ടായിരുന്നില്ല. അവിടെ മൂപ്പന്മാർ മാത്രമേ ഉണ്ടായിരുന്നു. മൂപ്പന്മാർ ഐമേനികളായിരുന്നു. All the synagogues were taken care of, and worships in these synagogues were led by lay people among Jews. അപ്പോൾ അവരുടെ ഇടയിൽ യേശുവിന് ആദ്യമൊക്കെ ഉപദേശങ്ങൾ നൽകുവാൻ കഴിഞ്ഞുവെങ്കിലും അവിടെ പോലും യേശു മനസ്സിലാക്കി ഈ സംഘടിതമായ മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് പുതിയതായ ഒരു ആത്മീയ ദർശനം ആർക്കും നൽകുവാൻ സാധ്യമല്ല. യേശു ആദ്യമായി യെരുശലേമിൽ പോയി. അത് പുരോഹിതവർഗത്തിൻ്റെ ആധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ മേൽക്കോയ്മയുടെ പശ്ചാത്തലത്തിലേക്ക് കയറി അന്ന് കൊല്ലുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ദയവായി ചിന്തിക്കണം എന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാറുള്ളൂ. അപ്പോൾ ഈ മതമെന്ന് പറയുന്നത്, യേശു പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. സത്യപ്രവാചകൻ വന്ന് അവൻ്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ അവൻ നിർമ്മിച്ച ദൈവികമായ അടിത്തറയിൽ കള്ളപ്രവാചകർ അവരുടേതായ ചന്തകൾ പണിയും, സൂപ്പർ മാർക്കറ്റ് പണിയും, ലുലു മോൾ പോലെ അതിനേക്കാൾ വലുതായ അവരുടേതായ സൂപ്പർ മാർക്കറ്റ് പണിയും. അപ്പോൾ അവിടെ അഭയം പ്രാപിക്കുന്ന മനുഷ്യൻ അടിമത്വം വിളിച്ചു വരുത്തുകയാണ് എന്നതാണ് യേശുവിൻ്റെ പക്ഷം. അതിത്രമാത്രം പ്രകടമായും വ്യക്തമായും യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പ്രസ്താവിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും എന്തുകൊണ്ടോ അത് മനസ്സിലാക്കുവാൻ ക്രിസ്ത്യാനി വിസമ്മതിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു ഭാഗം വരുമ്പോൾ തലച്ചോറൊരു ചെറിയ ബ്ലാക്ക് ഔട്ട് ഉണ്ടായി, ഒന്നും എനിക്ക് തിരിയുന്നില്ലേ, ഒന്നുമേ തിരിയാതെ എന്നും പറഞ്ഞ് നാം നിൽക്കുകയാണ്. എൻ്റെ തത്വം എന്താണ്? മതം മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായ എന്തിനെയെങ്കിലും ഏതിനെയെങ്കിലും മനുഷ്യൻ അഭയമായി സ്വീകരിച്ചാൽ അവൻ അതിൻ്റെ അടിമയായി തീരും.
അതവൻ്റെ അടിമത്തത്തിൻ്റെ ചട്ടക്കൂടായിത്തീരും എന്ന മാനുഷികവും ചരിത്രപരവുമായ ഒരു കാലത്ത് മാറ്റമില്ലാത്തൊരു അനുഭവ സത്യമാണിത്. നാം എന്തിനെയൊക്കെ മനുഷ്യൻ്റെ സൃഷ്ടിയായ എന്തിനെയൊക്കെ നാം ആശ്രയിക്കുന്നുവോ അതെല്ലാം നമ്മുടെ അടിമത്വത്തിൽ കലാശിക്കും. എൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണം കൂടെ പറയുമ്പോൾ സ്പഷ്ടമാകും. അതോടുകൂടെ ഞാൻ ഉപസംഹരിക്കുന്നതായിരിക്കും. മനുഷ്യ നിർമ്മിച്ചാണല്ലോ ഈ ലഹരി മരുന്ന് അതിനെ ആശ്രയിക്കുന്നു. അതിനെ ആശ്രയിക്കുന്നവരുടെ, മനുഷ്യൻ സൃഷ്ടിച്ച ലഹരി മരുന്നിനെ ആശ്രയിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? അടിമത്വമല്ലേ? അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അടിമത്വം എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഏതിനെ പറ്റിയും നാം അല്പം വസ്തുനിഷ്ഠമായി ചിന്തിച്ചാൽ ഈ ഒരു തത്വം അന്വർത്ഥം. അതുകൊണ്ടാണ് യേശു പറയുന്നത് മനുഷ്യപുത്രന് തലചായ്ക്കാനിടമില്ല. അത് യേശുവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അളവുകോലാണ്. പക്ഷെ നമുക്ക് ആ സ്വാതന്ത്ര്യം വേണ്ട. നമുക്ക് വേണ്ടത് മനുഷ്യർ നിർമ്മിച്ച കാര്യങ്ങൾ, ഉപാധികൾ, അത് ദൈവം നമുക്ക് തരണം. ദൈവം സൃഷ്ടിച്ച ഒന്നും നമുക്ക് വേണ്ട. മനുഷ്യൻ സൃഷ്ടിച്ചത് ദൈവം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് എനിക്ക് തരണം. എനിക്ക് മതിയാവോളം തരണം. എൻ്റെ വാ ഇത് വിസ്താരത്തിൽ തുറന്നിരിക്കുന്നവൻ. എൻ്റെ വാ നന്മ കൊണ്ടല്ല, മനുഷ്യ നിർമ്മിച്ച സാമഗ്രികൾ കൊണ്ട് നിറച്ചു തരണം എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നാം. അത് സാധിച്ചു കൊടുക്കാനായി വൈദഗ്ധ്യമുണ്ട് എന്ന് നടിക്കുന്ന ആൾ ദൈവങ്ങൾ നമ്മുടെ ഇടയിൽ ഇതാ പന പോലെ തഴച്ചു വളരുന്നു. അവിടെ അതിന് ചിലതൊക്കെ ധ്യാന കേന്ദ്രങ്ങൾ എന്നൊക്കെ പേര് കൊടുത്തിരിക്കുന്നു. ചിലർ മാതാവിനെ പ്രതിഷ്ഠിച്ച് ഈ കോലാഹലം കാണിക്കുന്നു. ഈ ലുലു സൂപ്പർ മാൾ നടത്തുന്നു. ലുലു സൂപ്പർ മാൾ ഇതൊക്കെ എത്രയോ നല്ലതാണ്. അപ്പോൾ ഇതിലുള്ളിലടങ്ങിയിരിക്കുന്ന കാപട്യവും വിരോധാഭാസവും നാടകവും അന്ധകാരവും തിരിച്ചറിയാൻ നമുക്ക് എന്താണ് കഴിയാത്തത്? ഇപ്പോൾ യേശുവിന് ലോകം മുഴുവനും കീഴടക്കി മാന്യമായി ജീവിക്കാമായിരുന്നു. മൂന്നാമത്തെ പരീക്ഷ ഓർമ്മയില്ലേ? സാത്താൻ യേശുവിനെ കൊണ്ട് മലമുകളിൽ നിർത്തി ലോകത്തെയും അതിൻ്റെ രാജ്യങ്ങളെയും എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെയും എൻ്റേതാണ്, എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് ഞാൻ തരാം. നമ്മളാണെങ്കിൽ എന്തു ചെയ്യും? നമുക്കിപ്പോൾ ഉള്ള ഈ ഭക്തിയുടെ വെളിച്ചത്തിൽ നമ്മെ തന്നെ പരിശോധിച്ചാൽ നാം എന്ത് ചെയ്യും? അന്നേരം വീണ്ടും നമസ്കരിക്കും, അല്ലേ? ഇത് അർത്ഥം എന്താണ്? മനുഷ്യൻ സൃഷ്ടിച്ചതിനെ ആശ്രയിക്കുന്നവൻ അടിമയാണ്. ഇപ്പോൾ സ്റ്റേറ്റ്, രാജ്യത്തിൻ്റെ ഭരണകൂടം, അതിനെ ആശ്രയിക്കുന്നവർ അടിമയായിത്തീരും. ഇത് ഒന്നും ആശ്രയിക്കാതെ ഉപയോഗിക്കരുതെന്നല്ല ഞാൻ ഈ പറയുന്നത്, ആശ്രയിക്കുക എന്ന പദമാണ്. ഇല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ അഹങ്കാരമായിട്ട് പറയുകയല്ല, ഒരു ദിവസം മുഴുവനും ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ എനിക്ക് യാതൊരു പരാതിയുമില്ല. ഞാൻ ഒരിക്കൽ പോലും അയ്യോ കറണ്ട് പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരിക്കുമ്പോൾ അവിടെ സമ്മർ മൂത്തിരിക്കുന്ന 46 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ എൻ്റെ ഓഫീസിൽ 2 AC, എൻ്റെ മുമ്പിലെടുത്ത പ്രിൻസിപ്പൽ അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിനും സുഖത്തിനും വേണ്ടി 2 2 ടൺ AC ആണ് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇതിനെ ആശ്രയിച്ച് ഞാൻ കഴിയണമോ? അതുകൊണ്ട് ഈ 2 AC ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാനങ്ങനെ ഉപയോഗിക്കുമായിരുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ ഒരു വേനൽക്കാലത്ത് 46 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടായിരിക്കുമ്പോൾ എൻ്റെ ഓഫീസിലിരുന്ന് ജോലി ചെയ്തപ്പോൾ ആ ഏരിയയിൽ DCP നോർത്ത് എന്ന് പറയും, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, പുതിയ ആൾ വന്നു. പഴയ ആൾ വന്ന് പോയി പുതിയ ആൾ വന്നു, ട്രാൻസ്ഫറായിട്ട് വന്നു. അപ്പോൾ വന്നപ്പം പതിവുള്ളതുപോലെ ഒന്ന് പ്രിൻസിപ്പളെ ഒന്ന് കാണണ്ട, ഞാനിതാ വന്നു, ചാർജ് എടുത്തിരിക്കുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി, ഞാൻ എന്ന് പറയാനായിട്ട് അദ്ദേഹം എൻ്റെ ഓഫീസിൽ എന്നെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുശലം പറഞ്ഞു, അത് പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് 3 വർഷത്തോളം കഴിഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്യാറായപ്പോൾ, എൻ്റെ റിട്ടയർ ചെയ്യുന്നതിന് 1-2 ദിവസത്തിന് മുൻപ് അദ്ദേഹം എൻ്റെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. അതായത് ഞാൻ പല ആളുകളുടെയും ഓഫീസിൽ പോയിട്ടുണ്ട്. പക്ഷേ സമ്മറിൽ
AC ഉപയോഗിക്കാതെ ഓഫീസിലിരുന്ന് ഉച്ച സമയത്ത് ജോലി ചെയ്യുന്ന ഒരൊറ്റ വ്യക്തിയെ ഞാൻ ഡൽഹിയിൽ കണ്ടിട്ടുള്ളൂ. അതിനെപ്പറ്റി ഞാൻ അന്ന് കണ്ട 3 വർഷം മുമ്പ് കണ്ട ആ ഒരു ദൃശ്യത്തെ പറ്റി ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന അത്ഭുതം എനിക്ക് കണ്ണ് കൊണ്ട് കണ്ടിട്ട് വിശ്വസിക്കാൻ വയ്യായിരുന്നു. അതൊന്ന് പറയാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഞാൻ പറഞ്ഞത്, ഇതിനോടൊന്നും അടിമത്വമില്ലാതെ ഇതൊന്നും ഉപയോഗിക്കരുതെന്നല്ല എൻ്റെ പക്ഷം. ഇപ്പോൾ 2 ദിവസം AC ഇല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കരുത്, 3 ദിവസം ഫോണില്ലെങ്കിൽ സമനില തെറ്റരുത്. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നപ്പോൾ 2 വർഷം ഫോൺ കൈകൊണ്ട് തൊട്ടില്ല. ഇത് അറിഞ്ഞ് അത് ഡൽഹിയിൽ മുഴുവനും സംസാരമായി, മീഡിയയുടെ സംസാരമായി. ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ റിപ്പോർട്ടർ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു. അപ്പം ഞാനിത് ഉപയോഗിക്കുന്നില്ല എന്നറിഞ്ഞ് എൻ്റെ കോളേജിലെ 100 വിദ്യാർത്ഥികൾ അവരുടെ ഫോൺ ഉപേക്ഷിച്ചു. ഇതറിഞ്ഞപ്പോൾ ഇതൊന്ന് അറിയാം, എന്താണെന്നറിയാമെന്ന് പറഞ്ഞ് ഹിന്ദുവിൻ്റെ ന്യൂസ് പേപ്പറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു. ദീർഘമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു. ഹിന്ദു അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ കാലത്ത്. ഞാൻ പറഞ്ഞു വന്നത്, ഒന്നിൻ്റെയും അടിമകളാകരുത്. ഏറ്റവും നല്ലതെന്ന് നമുക്ക് തോന്നുന്ന കാര്യം, ഇപ്പോൾ എനിക്ക് ഞാൻ കമ്പ്യൂട്ടർ വളരെയധികം ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. കാരണം ഒരു കാലത്ത് ഞാൻ കൈകൊണ്ട് എൻ്റെ ആദ്യത്തെ പുസ്തകം ഞാൻ കൈകൊണ്ട് എഴുതി. അത് വളരെ ക്ലേശമേറിയതാണ്. ഇപ്പോൾ എനിക്ക് പേന ഉപയോഗിക്കേണ്ട കാര്യമല്ല. കീബോർഡ് എനിക്ക് കണ്ണുടച്ച് ടൈപ്പ് ചെയ്യാൻ, കൈകൊണ്ട് എഴുതുന്നതിൻ്റെ 5 ഇരട്ടി സ്പീഡിൽ ചെയ്യാൻ എനിക്കറിയാം. എന്നാൽ എൻ്റെ കമ്പ്യൂട്ടർ കേടായിപ്പോൾ എനിക്ക് വേറെ കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ കഴിവില്ല, ഈ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ ഒക്കുന്നില്ല എന്ന് വന്നാൽ ഞാൻ കൈകൊണ്ട് എഴുതും. അപ്പോൾ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ അടിമത്വമായ അതില്ലെങ്കിൽ അയ്യോ ഞാൻ തളർന്നുപോയി എന്നൊരവസ്ഥ വരരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് ജീവിതത്തിൻ്റെ എല്ലാ ഉപാധികളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇയ്യോബിൻ്റെ ചരിത്രം നോക്കുമ്പോൾ അവൻ ഭൗതികമായ സമ്പത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് കഷ്ടപ്പാടിൻ്റെയും സഹനത്തിൻ്റെയും താഴ്വരയിലേക്ക് വീണുപോയി. അവൻ്റെ സമനില തെറ്റിയില്ല. അത് എന്നെ വളരെയധികം വെല്ലുവിളിച്ചിട്ടുള്ളൊരു ഉദാഹരണമാണ്. എന്നെ കൊന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് പറയുന്ന ഇയ്യോബിൻ്റെ ആ ആധ്യാത്മികമായ എന്താണ് പറയുന്നത്, റൈച്ചിയസ്നെസ്, നീതിബോധം. ദേശരഹിതനായി ഞാൻ ഇവിടുന്ന് പോകേണ്ടി വന്നാലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ നിന്നെ കാണും എന്ന് പറയത്തക്കവണ്ണമുള്ള, അതാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം അതാണ്. അതിന് പകരം എന്തെങ്കിലും ചെറിയ കാര്യമില്ലെങ്കിൽ ഉടനെ കരഞ്ഞ് കൂകി വിളിച്ച് പരുഷമായി സംസാരിച്ച് ത്രോയിങ് എ ടാൻഡ്രം അറ്റ് എനിത്തിങ് ആൻഡ് എവരിതിങ്, ഇങ്ങനെയുള്ള നമ്മുടെ അല്പത്തരത്തിലേക്ക് നാം വഴുതിപ്പോകുന്നു. ഇത് നമുക്ക് പറ്റിയ കാര്യമല്ല. ഈ അടിമത്വത്തിൻ്റെ അവസ്ഥ കൊണ്ട് നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഗാംഭീര്യവും ബലവും നമുക്ക് ഏതാണ്ട് ഒട്ടുമുക്കാൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഈ അടിമത്വത്തിൻ്റെ അവസ്ഥ എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ സമയം പോയതുകൊണ്ട് ചിന്തകൾ ഉപസംഹരിക്കുകയാണ്. പക്ഷേ ഇതിനെപ്പറ്റി വളരെയധികം ചിന്തിക്കാനും മനസ്സിലാക്കാനുമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആ ചുമതല നിങ്ങൾ ഏറ്റെടുക്കും എന്ന സന്തോഷകരമായ പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഏവർക്കും നന്ദി.